ഹലോ, ഇന്നൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് മക്കൾ മദ്രസയിൽ പോയതിന് ശേഷം ഞാൻ പോയി ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഈ ഒരു സൈസിലാണ് കേട്ടോ ബീഫ് കട്ട് ചെയ്യേണ്ടത്. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ച് വെച്ചതാണ് ഞാൻ. പിന്നെ മല്ലിയില വേണം, ക്യാപ്സിക്കം, പുതിന ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പുതിന ഇട്ടിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇല്ലേ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതൊക്കെ ഇട്ടിട്ട് പിന്നെ മാഗി ക്യൂബും വേണം, കുറച്ച് ഓയിലും വേണം. മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇവിടെ മുളക് പൊടി ഭയങ്കര എരിവുള്ളത് കാരണം ഞാൻ കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചിലവർക്കാണ് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ, പക്ഷെ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു 3-4 മാഗി ക്യൂബ് ചേർത്ത്, പക്ഷേ ഉപ്പ് ഭയങ്കര കുറവായിരുന്നു. നല്ലോണം അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഒരു മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശരിക്കും ഇത് തലേദിവസമൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ബീഫായാലും ചിക്കനായാലും നമ്മൾ മസാല തലേദിവസമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് രാവിലെയാണ് കിട്ടിയത്, അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ തന്നെ വേഗം മക്കൾ മദ്രസയിൽ പോയതിന് ശേഷം പിന്നെ ബീഫ് മലയായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ മസാല ആക്കിയിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം അപ്പോൾ അതേ മസാലയൊക്കെ ആക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇത് കഴിഞ്ഞപ്പോൾ അടിച്ചു വാരാനും പണികളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ ചോറൊക്കെ വെച്ചോന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതേ ഉമ്മ ചോറൊക്കെ വെക്കാൻ പോയി. അപ്പോൾ ഐശുക്കുട്ടിയും ഉമ്മോളും ഹെൽപ്പ് ചെയ്യാൻ അടിച്ചു വാരാനും തുടയ്ക്കാനും രാവിലെ തന്നെ ഞാൻ ഫ്രണ്ടൊക്കെ തുടച്ചിട്ടു കേട്ടോ, അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ പണി അതോടുകൂടെ കഴിയും. പിന്നെ അവിടെ ഭയങ്കര വെയിലായിരിക്കും, അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അതേ ഉമ്മുട്ടിയാണ് രാവിലെ തന്നെ, ഞാൻ അടുക്കളയിൽ പണി കാരണം ഉമ്മുട്ടി തന്നെ തുടച്ചിട്ടു കേട്ടോ. അപ്പോഴത്തേനും ഉമ്മ ചോറൊക്കെ വെച്ച് ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഉമ്മ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് മുട്ടപ്പത്തിരിയായിരുന്നു, അപ്പോൾ ആ അടുപ്പിൽ തന്നെ ചോറൊക്കെ വേവിച്ച് വെച്ചു. അപ്പോൾ ഞാൻ കുക്കറിൽ ആണ് വേവിച്ചത്. ഒരു 10-15 വിസിൽ വന്നിട്ടേ ബീഫ് വെന്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മുന്നേ ബീഫ് വെന്തതിന് കുറച്ച് വെള്ളം അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബീഫ് വെന്തു. അപ്പോൾ അതിൽ കുറച്ച് ചാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ ചാറോടുകൂടെ തന്നെ കേട്ടോ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത്. പിന്നെ മുന്നേ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ ചോറിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 പച്ചമുളകും വെച്ച് കൊടുക്കുക. പിന്നെ ഒരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ച് വെക്കാട്ടോ. പിന്നെ ഓൾറെഡി ഇത് നല്ല അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അത്രയും ആവശ്യമുള്ള ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഐശുക്കുട്ടിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ നോക്കിയപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും ആക്കിയിട്ടില്ല. ഞാൻ സലാഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, മയോണൈസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.